ആ നിമിഷം മുതൽ ഈ ലോകത്ത് ആർക്കും അവകാശമില്ലാത്തവനായി മാറി ഞാൻ. ആരോടും ദയയില്ലാത്തവനായി മാറ്റി നിർത്തി നിന്റെ ആങ്ങളമാരെന്നെ. ഇപ്പൊ എനിക്കുള്ളതെല്ലാം കൊടുത്ത് നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുന്നത് ഒരു പ്രതികാരദാഹം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ അല്ല. നിന്നോടുള്ള അടങ്ങാത്ത ഇഷ്ടം കൊണ്ട് മാത്രം. സോമപ്രസാദോ, കോളേജ് ലെക്ചറോ? എനിക്ക് അത്ര പരിചയം പോരാ. എന്റെ മോനാ. ഞങ്ങള് ശരിക്കും മാവേലിക്കരക്കാരാ. സോമൻ ഇവിടുത്തെ കോളേജ് ജോലി കിട്ടിയപ്പോ അവൻ ഇവിടെ സ്ഥിരതാമസമാക്കി. അവന്റെ അച്ഛന്റെ തറവാട്ട് വീട്ടില്. ആ, എന്റെ കൊച്ചുമോളാ അത്. ഞാനിവിടെ ഇറങ്ങിക്കോളാം. ദാ ചിന്നുമോളെ. മുത്തശ്ശി, എത്ര കാലായി മുത്തശ്ശി കണ്ടിട്ട്? മുത്തശ്ശിക്ക് വയ്യാണ്ടായില്ലേ? എപ്പോഴും ഓടി വരാൻ പറ്റുമോ? ഇങ്ങനെ ഒരു കിളവി മാവേലിക്കരയിലുണ്ടെന്ന കാര്യം എന്റെ മോൻ മറന്നുപോയി. വരികയില്ല, ഫോൺ വിളിക്കുകയില്ല. കാണാതെ വയ്യെന്നായപ്പോ ഒന്നും നോക്കിയില്ല, കിട്ടിയ വണ്ടിക്ക് കയറിപ്പോന്നു. ചിന്നുമോള് വലിയ പെണ്ണായി കേട്ടോ. സോമനും അഖില എവിടെയാ മോളെ? കളപ്പുരയ്ക്കലോ അതോ അവന്റെ അച്ഛന്റെ തറവാട്ട് വീട്ടിലോ? എന്താ മോളെ? ഡാഡി ഇപ്പൊ പഴയതുപോലൊന്നും അല്ല മുത്തശ്ശി. ചീത്തയാ. മമ്മിയെ എന്നെയും ഇഷ്ടമല്ല. ഡാഡിയുടെ കൂടെ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരു രാധയുമായി അടുപ്പത്തില. ഇപ്പോഴും ഉണ്ടോ അത്? എത്ര പറഞ്ഞാലും അവൻ നേരെയാവില്ല. എന്താ ചെയ്യാ? മമ്മിയുടെ കഴുത്തിലെ താലി അഴിച്ചെടുത്തോണ്ട് പോയി ഡാഡി ആ രാധയുടെ കഴുത്തിലും കെട്ടിക്കൊടുത്തു. എന്നിട്ട് അവർ രണ്ടുപേരും ഒരേ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ഈശ്വരാ, എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നത്? മമ്മി ഒരു വിധത്തിൽ ആ രാധയെ ഓടിച്ചു വിട്ടു. മിനിഞ്ഞാന്ന് വരെ ഞാനും മമ്മിയും മിന്നും അവിടെയായിരുന്നു. സ്വപ്നന്റെ എന്നെയും മിന്നുനെയും കളപ്പുരക്കൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഡാഡിയും മമ്മി ഇപ്പോഴും അവിടെ തന്നെയാ. ഇതൊന്നും മുത്തശ്ശി അറിഞ്ഞിരുന്നില്ല. രാധയുടെ കാര്യം പറഞ്ഞ് ഞാൻ അവനെ കുറച്ച് ഗുണദോഷിച്ചതാ. അതിന്റെ ദേഷ്യം കൊണ്ടായിരിക്കും സോമനി അമ്മയെ തിരിഞ്ഞു നോക്കാത്തത്. മോൻ അമ്മയെ വേണ്ടെങ്കിലും പെറ്റ വയറിന് മക്കളെ തള്ളിക്കളയാൻ പറ്റുമോ? രാധ ആന്റിയെ ഓടിച്ചുവിട്ടെന്റെ ദേഷ്യം ഉണ്ടാവും ഡാഡിക്ക് മമ്മിയോട്. അവിടെ ആരും നിൽക്കണ്ടെന്ന് മമ്മി തീർത്തു പറഞ്ഞുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ ഡാഡിയുടെ അടുത്ത് മമ്മിയെ തനിച്ചാക്കിയിട്ട് ഞാൻ കളപ്പുരക്കിലേക്ക് പോവില്ലായിരുന്നു. എന്നോടും ദേഷ്യം ഡാഡിക്ക്. വഴക്ക് പറയുക അടിക്കുകയൊക്കെ ചെയ്യും. മിന്നുനോട് മാത്രമേ ഡാഡിക്ക് സ്നേഹമുള്ളൂ. മിന്നുവിനേക്കാളും മുമ്പ് അവൻ കണ്ടത് നിന്നെയല്ലേ? ഇത്രയില്ലാത്ത മോളോടെ എന്തിനാ അവന് ദേഷ്യം? ഇനി അവനെ വെറുതെ വിടാൻ മുത്തശ്ശി ഉദ്ദേശിക്കുന്നില്ല. അവന്റെ കൂടെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ ഇനി ഞാൻ മാവേലിക്കരയിലോട്ട് മടങ്ങുന്നുള്ളൂ. നേരെയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ കൂടെ മോളും വാ. നിന്നോട് അവൻ എന്തിനാ വിരോധമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. വേണ്ട മുത്തശ്ശി. മുത്തശ്ശി ഞാൻ വിളിച്ചു വരുത്തിയതാണെന്ന് പറഞ്ഞ് അതിനും എന്നോട് ദേഷ്യപ്പെടും. മുത്തശ്ശി മാത്രം പോയാൽ മതി. മുത്തശ്ശി കൂടെയില്ലേ? പിന്നെ എന്തിനാ മോള് പേടിക്കുന്നേ? അവനെ ഒന്ന് കണ്ടിട്ട് ഞാൻ തന്നെ മോളെ കളപ്പുരയ്ക്കെ കൊണ്ടുചെന്നാക്കാം. പത്മത്തെ സ്വപ്നയൊക്കെ കണ്ടിട്ട് കൊല്ലം 3 കഴിഞ്ഞു. വാ മോളെ, നടക്ക്, വാ. ഇവിടെ ഒച്ച എനക്കൊന്നും ഇല്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? മോളൊന്ന് നോക്ക്. മമ്മി, മുത്തശ്ശി ഡോറൊന്നും പൂട്ടിയിട്ടില്ല. സോമ,
അഖിലേ, മമ്മി, സോമ, മമ്മി, സോമ, മമ്മി, മോനെ, സോമ, അഖിലേ, സോമ, മമ്മി, അഖിലേ, മമ്മി, സോമ. മമ്മി.